നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വിനോദ മേഖലയിൽ ശ്രദ്ധേയരായിട്ടുള്ള 2 അഭിനേതാക്കളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം JB ജംഗ്ഷനിൽ. ഷാജോണും ടിനി ടോമും. ഇവരുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. യഥാർത്ഥത്തിൽ വേറെ പേരാണ് ടിനിയുടെ. സ്വന്തം മാറ്റിയതാ? മാറ്റിയതല്ല, ഞങ്ങൾ പള്ളിയിൽ അങ്ങനെ 2 പേരുണ്ട്. ഷാജോന്റെ പള്ളിയിലെ പേരെന്താ? ജോൺ എന്നാണ്. അത് സ്റ്റാൻഡേർഡ് ആക്കിയത്. ലോനപ്പനൊക്കെ ആയിരിക്കും. ഞാനുള്ളത് പറഞ്ഞു ദേവസീന്നാണ്. എന്റെ അപ്പാപ്പന്റെ പേര്. അപ്പാപ്പനൊക്കെ ഒരു കഥാപാത്രമായിരുന്നല്ലേ? അതെ അതെ. ഒരുപാട് കഥാപാത്രങ്ങൾ ടിനിക്ക് കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കഥാപാത്രങ്ങളൊക്കെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഈ കലാവേദിയിൽ ഒരുപാട് വേഷപ്പകർച്ചയ്ക്ക് വേണ്ടി സഹായിച്ചത്. ഞാൻ ആരോ എന്നോടത്ത് ടിനിയുടെ ഒരു പേരപ്പനെ കുറിച്ച്, ആരാണ്? ജോസേട്ടനാ? ജോസ്. അതൊക്കെ വലിയൊരു അനുഭവമാണല്ലോ. എന്താ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരാൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല. ടിനി എന്താണ് ടിനി? അത് അദ്ദേഹം ഒരു ഒന്നര പ്രസ്ഥാനമാണ് അല്ലേ? അദ്ദേഹം പ്രവർത്തിക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല, അദ്ദേഹം കൈതൊടാത്ത കലാപരിപാടികളില്ല. അപ്പൻ്റെ അനിയനാണോ? എൻ്റെ ഫാദറിൻ്റെ അനിയൻ. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് പറയാനുണ്ട്. എന്താണ് സാർ ഉദ്ദേശിച്ചത്? എവിടെ നിന്ന് എന്താണ് കേട്ടത്? അല്ല, ഞാൻ കേട്ടതെന്ന് വെച്ചാൽ അദ്ദേഹം വീട്ടിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അടിച്ചോണ്ട് പോകും. എന്ത് സാധനം പുള്ളി അടിച്ചോണ്ട് പോകും. പക്ഷെ നല്ല മിനുക്കമായിട്ട് നടക്കുകയുള്ളൂ. അതെ അതെ. പക്ഷെ അവസാനം പുള്ളിയുടെ ആ ദുരന്തമാണ് എന്നെ ഭയങ്കരമായിട്ട്. അതാണ് ഷാജ ഒന്ന് പറഞ്ഞേ ടിനി. അദ്ദേഹം തേച്ച ഷർട്ട്, അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെ കാണണമെങ്കിൽ ഇപ്പൊ പൃഥ്വിരാജിന്റെ രൂപമായിരുന്നു. ചക്രം എന്ന സിനിമ എടുക്കുക, താടിയൊക്കെ വെച്ചിട്ട്, അതാണ് രൂപം യഥാർത്ഥത്തിലുള്ള. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ പേപ്പൻ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ്. എപ്പോഴും തേച്ച ഷർട്ടും, അതായത് വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും എടുക്കുകയുള്ളൂ. ജോലിയൊന്നും ചെയ്യില്ല. അത് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ വീട്ടിലുള്ള ആവശ്യം വരുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ എടുക്കും. മറ്റുള്ളവർ ഉപദ്രവിക്കില്ല, വീട്ടിൽ നിന്ന് തന്നെ സാധനം കൊണ്ടുപോയി. അങ്ങനെ പുള്ളി പറഞ്ഞു വരുമ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഫാദറിന്റെ കാലിൽ വീണ് മാപ്പ് പിടിക്കാൻ ചെന്നാന്ന് വിചാരിച്ചു. പക്ഷെ കാല് പിടിച്ചിട്ട് വലിച്ചു നിലത്തിട്ടപ്പ എന്നിട്ട് അങ്ങനെ ഒരുപാട് രസകരമായ കാര്യങ്ങളുണ്ട്. ടിനിയെ കൊണ്ട് പാടിപ്പിക്കുകയായിരുന്നോ? അന്ന് പാടിപ്പിക്കില്ലായിരുന്നു, ഇദ്ദേഹം പാടുമായിരുന്നു. ഒരു പാട്ട് എന്തായാലും അദ്ദേഹം എവിടെയാണെങ്കിലും വേണ്ടില്ല. അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടോ, ഉണ്ടോ, ബോംബെയിലാണോ നമുക്കറിയില്ല. എങ്കിൽ പോലും ഒരുപാട് സ്നേഹവും വാത്സല്യവും നൽകിയ ടിനിക്ക് തിരിച്ച് അദ്ദേഹത്തിന് ട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടി ഒരു പാട്ട് ടിനി പാടും. In the bar in Toledo, across from the depot, on a bus stool she took off for rain. I thought I'd get closer, so I walked on over. ഇതൊക്കെ ഒരു സബാട്ടിക്കൽ എന്താ കാരണം വെച്ചാൽ ഇതിൻ്റെ ഈ തിരക്കിനിടയിൽ ഇങ്ങനെ സംഗീതത്തിലൊക്കെ ഇങ്ങനെ ഇതുപോലുള്ള പ്രയോഗങ്ങൾ നടത്താൻ പറ്റുന്ന ചെറിയ കാര്യമല്ല. പണ്ട് പഠിച്ചതാണെങ്കിൽ പോലും അത് ഇടയ്ക്കൊന്ന് പൊടിതെറ്റി എടുക്കണം. പൊടിതെറ്റിയെടുത്ത് എപ്പോഴാണ് ഇപ്പൊ പെട്ടെന്ന് തന്നെ എടുത്ത് വിളിച്ചിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞപ്പോൾ ഇതൊക്കെ വേണോ? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടീനിയെ കൊണ്ട് ഇങ്ങനെ ഗിത്താറൊക്കെ ഒന്ന് പഠിപ്പിക്കാം. നല്ലതാ. സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റേജ് ഷോ ഒക്കെ ആയിട്ട് നടന്നപ്പം എന്നോട് പ്രസാദം വിളിച്ചിട്ടുണ്ട്, നീ നിൻ്റെ തന്നെ ഒരു ഷോ ഒരു ചാനലിൽ ചെയ്യണം, ഒരു ഗുണം ചെയ്യുക, അതൊരു ഔട്ട് ഹൗസ് പ്രൊഡക്ഷനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പ്രസാദ് എനിക്ക് അങ്ങനെ പരിചയങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഏത് ചാനലിൽ ചെയ്യും, എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പ്രസാദിൻ്റെ അപ്പോൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുക ഷോ കൈരളിയിൽ. അപ്പോൾ എന്നു പറഞ്ഞാൽ നിനക്ക് കൈരളി ഞാനൊരു ഷോ റെഡിയാക്കി തരട്ടെന്ന്. ഞാൻ പ്രസാദിൻ്റെ വലിയ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞന്ന് ഷിബു ചക്രവർത്തിയായിരുന്നു. ഷിബുച്ചനോട് പറഞ്ഞിട്ട് നിങ്ങളാണ് താരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൈരളിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു. അതൊരു 3-3.5 വർഷക്കാലം ചെയ്തു. അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. കാര്യം നമ്മൾ തന്നെ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ടെൻഷൻ നമ്മൾ തന്നെ അറിയും, നമ്മൾ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു, നമ്മൾ ടീമിനെ വെച്ച് എഴുതുന്നു, നമ്മൾ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്തം നമുക്ക് തോന്നി തുടങ്ങിയതൊക്കെ ആദ്യം അങ്ങനെയായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് പ്രസാദനാണ്. അപ്പോൾ അതിന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു കൈരളിയിലിരുന്ന് ഈ ഒരു ഫ്ലോറിൽ പ്രസാദന ഒരിക്കൽ കൂടി പ്രസാദിന്റെ ആഗ്രഹമാണ് അടിപൊളി 2 പാട്ട് ഒരു പാട്ട് പാടാം. പാട്ട് പാടാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇപ്പോൾ ഒരു സിനിമയിൽ പാടാൻ ഒരു അവസരം കിട്ടിയായിരുന്നു സാർ. നമ്മുടെ സിബി മലയിൽ സാർ ഡയറക്റ്റ് ചെയ്തൊരു സിനിമയാണത്. ജയറാമേട്ടനായിരുന്നു ഹീറോ, പ്രിയാമണി ഹീറോയിൻ, രതീഷ് വേഗ മ്യൂസിക് ചെയ്തിട്ട് സന്തോഷ് വർമ്മ എഴുതിയ ഒരു സോങ് ആയിരുന്നു. പ്രിയാമണിയെ കുറിച്ച് പറയരുത് കേട്ടോ. എന്താണ്? ഞാൻ പിന്നെ പറഞ്ഞു പോളണ്ടിനെ കുറിച്ചോ ചെക്കോസ്ലാവിയെ കുറിച്ചൊക്കെ പറഞ്ഞു. പ്രിയാമണിയെ കുറിച്ച് പറയരുത്. ഇപ്പൊ പ്രിയാമണിയെ കുറിച്ച് പറയരുത് ഞാൻ പറയാൻ കാരണം എന്താ അറിയാം?
ഇത് ഈ പ്രിയാമണി എന്ന് പറയുമ്പോൾ ചില ആൾക്കാരെ ഇടനെഞ്ചിൽ ഒരു ചെറിയൊരു വേദന വരുന്നുണ്ട്. എന്താണ്? പ്രിയാമണി ഇപ്പം കല്യാണം കഴിക്കാൻ പോവാണെന്നുള്ളതുകൊണ്ടാണോ എന്ന് വേണമെങ്കിൽ ഷാജോൺ ചിന്തിച്ചേക്കാം. ഞാൻ അങ്ങനെ ചിന്തിച്ചു. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാളുടെ ഇടനെഞ്ചിൽ വേദന വരേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് വേദന? അത് ഞാൻ കാണിച്ചു തരാം, നോക്കട്ടെ. ഫോണിലുണ്ട്. അതിങ്ങനെയാണ്, ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ഓപ്പോസിറ്റ് ടു ടിനി എന്ന്. അപ്പോൾ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് പ്രിയാമണിയുടെ മാനദണ്ഡം? അത് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ സ്റ്റാർ വാല്യൂ ആണോ, അല്ലെങ്കിൽ അതിൻ്റെ റിമ്യൂണറേഷൻ ആണോ, സബ്ജക്റ്റ് ആണോ? കാരണം ഇനി പ്രിയാമണിയെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ആ മാനദണ്ഡമാണ് എനിക്കറിയേണ്ടത്. ഇപ്പം എല്ലാം മനസ്സിലായി. നമ്മൾ ചോദിക്കാനുള്ള നേരിട്ട് ചോദിച്ചു. ആ ഷോയില് ടിനി വളരെ സൗകര്യപൂർവ്വം ഈ വിഷയം എടുത്തിട്ടിട്ട് കൃത്യമായിട്ട് ചോദിച്ചു. എന്നോട് എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞു, ഒന്നും കട്ട് ചെയ്തേക്കരുത് കേട്ടോ, അത് ഓർമ്മയുണ്ടത്. പക്ഷെ അത് മനസ്സ് വിഷമിച്ചിരുന്നല്ലേ? വിഷമമുണ്ടാവും. നമ്മൾ തഴയപ്പെടുമ്പോൾ അംഗീകരിക്കാതെ, അതായത് ആദ്യം അംഗീകരിക്കും, പിന്നീട് ആരോ വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ മാറിക്കഴിയുമ്പോൾ നമ്മൾ അത്രയും താഴ്ന്ന ലെവലിൽ ഞാൻ കളിക്കുക. നമുക്ക് നമ്മുടെ ഒരു കഴിവിൽ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മാനദണ്ഡമാണ് നമ്മൾ ചോദിച്ചത്. ഇതിന് ശേഷം, അതായത് ഈ സുരാജിനെ തള്ളിയതിന് ശേഷമാണ് സുരാജിന് നാഷണൽ അവാർഡ് കിട്ടുന്നത്. സുരാജിന് ഒരു സ്വീറ്റ് റിവെഞ്ച് ചെയ്യാൻ സാധിച്ചു പലരോടും. അദ്ദേഹത്തിനൊരു നായികേട്ടൻ എത്രയോ തവണ പല സ്ഥലത്ത് അന്വേഷിച്ചിരുന്നുണ്ട്. അപ്പം മിമിക്രി എന്ന ലേബലിൽ പലർക്കും, ഇതിപ്പോൾ മുകേഷ് ചേട്ടനൊക്കെ ഉണ്ടായ അനുഭവമാണ്. ഇതൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ജീവിതത്തിൽ നമ്മൾ കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്.